കേരള BJPയുടെ അധ്യക്ഷനാവാൻ രാജീവ് ചന്ദ്രശേഖറിന് ഒരു മോഹമുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം എനിക്ക് അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറോ ഉടമസ്ഥനോ ഒക്കെ ആണെന്ന് പറയപ്പെടുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം ഏഷ്യാനെറ്റിൽ ഇന്ന് ഏതാണ്ട് അവരുടെ ടെലികാസ്റ്റ് ചെയ്ത ഫ്ലോട്ടിൻ്റെ സിംഹഭാഗവും കേരളത്തിലെ BJPയുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ്. അതിലേറ്റവും എനിക്ക് നെറികെട്ട ഒരു റിപ്പോർട്ടിംഗായി തോന്നിയത് സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചു എന്ന് ഒരു വാർത്ത കാണുന്നുണ്ട്. ഞാൻ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം ഞാനും നമ്മുടെ TGയും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടിരുന്നു. അതിനകത്ത് സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ BJPയുടെ അധ്യക്ഷനായിരിക്കണോ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അത് BJPയുടെ എല്ലാ അധ്യക്ഷന്മാർക്കും ബാധകമാണ്, എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാർക്കും ബാധകമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പത്രസമ്മേളനത്തിൽ നടത്തിയത്. അത് സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചു എന്ന് പറയുന്നു. നാളെ നേതൃയോഗം ചേരുന്നു, കൂട്ടക്കുഴപ്പമാണെന്ന് പറയുന്നു. പാലക്കാട് BJPയുടെ സിറ്റിംഗ് സീറ്റൊന്നും അല്ല പോയത്. BJP ഇപ്പോഴും 2ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ BJP തോറ്റു ഇലക്ഷന്, ജയിച്ച സീറ്റല്ല, ജയിക്കാമായിരുന്ന സീറ്റ് തോറ്റുപോയി എന്ന് പറഞ്ഞാണ് ഈ ബഹളം വെക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രശ്നമല്ലേ സാർ? കോൺഗ്രസിൽ നിന്ന് ഒരു സരിൻ നേരെ വന്ന് CPM ചേർന്ന് അവിടെ അടപടലം തേഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ചയില്ല. അയാളുടെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് പോലും ആലോചിക്കാതെ BJPയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു മാധ്യമം നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ടാണോ, സുരേന്ദ്രൻ ഒഴിഞ്ഞാലല്ലേ പറ്റൂ, അതത്രേ പറ്റൂ. അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? അദ്ദേഹം യോഗ്യനാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? പുറത്ത് എന്തൊക്കെയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പുറത്ത് പഠിക്കുന്നതാണോ BJP അധ്യക്ഷനുള്ള യോഗ്യത? അല്ല, യോഗ്യൻ എന്ന് പറഞ്ഞാല് പിന്നെ രാഹുൽ ഗാന്ധിനെ ആക്കാം. അല്ല, ഈ യോഗ്യത എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചൊന്നും പഠിച്ചില്ലെങ്കിലും MP ആകാനും മന്ത്രിയാകാനും ഒക്കെ മുഖ്യമന്ത്രിയാകാനും ഒക്കെ പറ്റും. പ്രധാനമന്ത്രി പുറത്ത് പഠിച്ചിട്ടില്ലല്ലോ. അതെ. അല്ല, ഞാൻ പറയാൻ വന്നത് യോഗ്യനാണ്, പക്ഷെ അർഹനാണോ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം തന്നെ ചർച്ച ചെയ്യും, ആത്മപരിശോധന നടത്തുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നേരത്തെ സുനിൽ പറഞ്ഞപ്പോൾ നെറുകെട്ട മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ അന്തസ്സിനൊക്കെ നിരക്കുന്നതാണോ, മര്യാദ? അത് അദ്ദേഹം ഒന്ന് ആലോചിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ ആണെന്ന്. അദ്ദേഹം MD ആണെന്നോ ഉടമസ്ഥനാണെന്നോ ഒക്കെ പറയപ്പെടുന്ന എന്താണ് പറയുന്നത്. അങ്ങനെ പറയപ്പെടുന്നതേ ഉള്ളൂങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം ഈ പാർട്ടിയുടെ ആളായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് ഈ സ്ഥാപനമൊക്കെ നെറികേടാണ്, മര്യാദകേടാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും ചെയ്തു സാർ ഇത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു. ഇതിന് മുമ്പ് ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഡൽഹിയിലെ കലാപകാലത്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ ഒരു പള്ളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.5 ദിവസത്തേക്ക് ചാനൽ ഇല്ലാതെയും പോയതാണ്. ഇത് BJPയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. മന്ത്രിയായിട്ടും MP ആയിട്ടും ഒക്കെ ഇരുന്നിട്ട് ഇത് സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടാണല്ലോ ഇതിൻ്റെ ഹെഡ്ലൈൻ ഇടുന്നത്. രാജ്യസാധ്യത തള്ളാതെ സുരേന്ദ്രൻ എന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞിരുന്നത്. രാജ്യസാധ്യതയെ പറ്റി ഒരു ചോദ്യവും വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവും ഇവർ രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചു, അത് തള്ളി പറഞ്ഞില്ല. ഇവരുടെ ഇംഗിതം അനുസരിച്ച് സുരേന്ദ്രൻ പറഞ്ഞു ചില മാധ്യമങ്ങൾ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചിലരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞു. പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു അവരാണല്ലോ കേരളത്തിലെ 3 പേരാണല്ലോ എന്ന് പറഞ്ഞു. അവരാണല്ലോ തീരുമാനിക്കുന്നത്. ചില ആളുകളുണ്ട് കേരളത്തിലെ BJP നല്ല പാർട്ടിയാണ്, പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. കേരളത്തിലെ BJPയുടെ അജണ്ട തീരുമാനിക്കുന്നത് ഇവിടുത്തെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ആളുകൾ, ചില ദൃശ്യ മാധ്യമങ്ങളാണ് എന്ന തരത്തിൽ ഇവരങ്ങ് ഭാവിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് നിർത്തിയില്ല. പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ രാജ്യസന്നദ്ധത തള്ളാതെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഇതൊന്നുമല്ല സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രസിഡന്റായിട്ട് തുടരും ആത്മവിശ്വാസത്തിന്റെ അർത്ഥം. അതെ, തീർച്ചയായും. മാത്രമല്ല എന്റെ മാറ്റണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്, അവർ ചെയ്തോളും, നീയൊന്നും അത് ആ കട്ടിൽ കണ്ട് പരിക്കണ്ടടാ. ജാവദേക്കർ പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ ആരെയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏഷ്യാനെറ്റിന് എന്തിനാണ് ഈ? മാത്രമല്ല അവിടെ നടന്നത് മുഴുവൻ ആകെ 4000 ബേസ് വോട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. BJPയുടെ വോട്ട് എങ്ങും പോയിട്ടില്ല. 40,000 വോട്ടുണ്ട്, അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലേ. ഞാൻ രാജിവെക്കാനുള്ള ഒന്നും പാലക്കാട്ട് സംഭവിച്ചിട്ടില്ല. 1. 2, ചേലക്കരയിൽ ബാലകൃഷ്ണന് 10,000 വോട്ട് കൂടിയതും സുരേന്ദ്രൻ കാരണല്ലേ. പാർലമെന്റ് ഇലക്ഷനിൽ 10 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നു. മാത്രമല്ല ഇവിടെ ചില സ്ഥലത്ത് ശ്രീധരനേക്കാൾ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുണ്ട്. ചില ബൂത്തില് ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയില്ല എന്നത് ബാലിശമായ വാദമാണ്. അതേ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിത്വമാണ് ഈ ശ്രീധരൻ.
അതുകൂടെ കണക്കാണ്. ഇത് അറിഞ്ഞുകൂടാഴിയൊന്നും അല്ല സാർ. എനിക്ക് മനസ്സിലാവാത്ത എൻ്റെ സംശയം ഇപ്പോഴാണ് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമം ഡെലിബറേറ്റ്ലി ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥനെന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്ന പ്രധാനപ്പെട്ട ഒരു BJP നേതാവായിരിക്കെ ഈ സ്ഥാപനം എന്തുകൊണ്ട് നിരന്തരം ഇങ്ങനെ അദ്ദേഹം ഇത് കാണുന്നില്ലേ? അദ്ദേഹം ചോദിക്കില്ലേ? അതോ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണോ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എത്തിക്കലാണോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വസ്തുതകൾ പറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ശിവരാജൻ എന്ന് പറയുന്ന ആളും മുമ്പ് പാലക്കാട്ട് ഒരു തർക്കമില്ലാത്ത പ്രാദേശിക നേതാവൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ദേശീയ നേതാവാണോ? അദ്ദേഹം സംസ്ഥാന നേതാവാണോ? ശിവരാജൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇത് ഇപ്പോഴും അതിൻ്റെ അകത്ത് ശീർഷകം. ശിവരാജൻ പൊട്ടിത്തെറിച്ചു. അല്ല, കൊടകര കേസെന്നും പറഞ്ഞിട്ട് പണ്ട് BJP ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഏതോ ഒരുത്തനെ ഒരു കുറിയും തൊടിയിച്ച് കൊണ്ടുവന്നു 10 ദിവസം കഥ പറഞ്ഞു. ഇപ്പൊ സുരേന്ദ്രൻ ചോദിച്ചു 3 ദിവസം നിങ്ങൾ അതുകൊണ്ട് നടന്നാണല്ലോ. ഇപ്പൊ അയാളെ വഴി കളഞ്ഞു. ഒരു അക്ഷരം അതിൽ പുതുമ ഉണ്ടായിരുന്നില്ല. ഇത് ശിവരാജനെ കൊണ്ട് കുറെ സംഗതി പറയിച്ചിട്ട് അതേ ലേഖികയാണ് പിന്നെ കൃഷ്ണകുമാറിന്റെ അടുത്ത് പോകുന്നത്. കൃഷ്ണകുമാറിന്റെ അടുത്തൊന്നും കിട്ടുന്നില്ല. അല്ല, ഇവരുടെ വീടുകളിൽ പോയി മൈക്കുമായിട്ട് ചെല്ലുന്നു. പിന്നെ രഘുനാഥിന്റെ അടുത്ത് പോയി. അപ്പൊ രഘുനാഥിന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല. പ്രമീളയുടെ അടുത്ത് പോയപ്പോഴും ഒരുപാടൊന്നും കിട്ടിയില്ല. പക്ഷെ വേറൊരു സ്ഥാനാർത്ഥി ആകാമായിരുന്നു എന്നുള്ളത് കിട്ടിയുള്ളൂ. പൊട്ടിത്തെറിയും സംഗതി ഒന്നും കിട്ടിയില്ല. ഇതിനേക്കാൾ പൊട്ടിത്തെറി സംസ്ഥാന നേതൃത്വ യോഗം കൂടുമ്പോൾ ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറികൾക്ക് സ്കോപ്പ് കോൺഗ്രസിന്റെ അകത്തുമുണ്ട്, CPM-ന്റെ അകത്തുമുണ്ട്. NN കൃഷ്ണദാസിന് വേറെ അഭിപ്രായമുണ്ട്. ഇത് തന്നെ കൃഷ്ണദാസിനോട് ചോദിച്ചിട്ട് ഉടനെ സുരേഷ് ബാബുവിന്റെ അടുത്ത് പോയോ? ഏഷ്യാനെറ്റ് പോകാമായിരുന്നല്ലോ. ഉടനെ രാജേഷിന്റെ അടുത്ത് പോയോ? കൃഷ്ണദാസിന് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ആ പരസ്യം കൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് കൃഷ്ണദാസ് പറഞ്ഞു. വർഗീയ സ്പർദ്ധ വളർത്തുന്ന പരസ്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സുനിലിനും സംശയമില്ല, എനിക്കും സംശയമില്ല. പഴയ കാഫിർ വിവാദം പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ്. ഇതൊക്കെ എല്ലാ കാലത്തും CPM ചെയ്തിരുന്നതാണ്. SDPയുടെ വോട്ട് മേടിക്കുന്നില്ലേ? ഇപ്പോഴും പല പഞ്ചായത്തിലും ഒന്നിച്ച് ഭരിക്കുന്നില്ലേ? കോട്ടാങ്കൽ പഞ്ചായത്തിലില്ലേ പത്തനംതിട്ടയില്? എന്നിട്ട് SDPയെ കൊണ്ടു നടക്കുക. എന്നിട്ട് SDP ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങളുടെ രീതി ഇതൊന്നും അല്ലാന്ന് MP രാജേഷ് പറയുന്ന ഏഷ്യാനെറ്റ് കാണിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിനോട് ഏഷ്യാനെറ്റുകാർ രാജേഷിനോട് കുത്തി ചോദിക്കുന്നില്ല. അപ്പോൾ കോട്ടാങ്കലോ ചോദിച്ചാൽ മതി. ചോദിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുജിബുർ റഹ്മാൻ ഇത് മുഴുവൻ ഓരോ വർഷവും എങ്ങനെയാണ് നടന്നതെന്ന് ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ 2 സീറ്റ് കിട്ടിയത്, രാജസ്ഥാനിൽ 1 സീറ്റ് കിട്ടിയത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ എന്ന് മുജിബുർ റഹ്മാൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ചോദ്യമില്ല രാജേഷിനോടോ. അവരെയൊക്കെ വെറുതെ വിടുക. ടാർഗറ്റ് ചെയ്യുന്ന മുഴുവൻ BJPയുടെ ഒന്നാമത് ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇതാണ് BJPയുടെ ഒരു രീതി. സംഘമൊക്കെ പറഞ്ഞാൽ BJPയെ ഇവർ ആക്രമിക്കുന്നതിലല്ല നമ്മുടെ ഖേദം. എന്തുകൊണ്ട് ഇവർ വിക്ടിമൈസ് ചെയ്യുന്നു ഒരു കൂട്ടരെ മാത്രം? യഥാർത്ഥ ഇഷ്യൂ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇടതുപക്ഷം കാലങ്ങളായി കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അതിൻ്റെ അമീർ പറയുന്നു. രണ്ടാമത്തത് കാഫിർ വിവാദം പോലെ വർഗീയത പടർത്താനുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള പച്ച വർഗീയത സ്വഭാവത്തിലുള്ള ഒരു പരസ്യം ചെയ്യുന്നു. അതിലൊക്കെ ഉപരി വഴിയെ പോകുന്നവന്മാരെ തലേ ചുവന്നിട്ട് അവസാനം കളയാൻ പറ്റാത്ത അവസ്ഥ അൻവറിൻ്റെ അവസ്ഥ പോലെ ഉണ്ടായിട്ടും വീണ്ടും ഒരു സരിൻ എന്ന് പറയുന്ന ഒരു എടുക്കച്ചരക്കിനെ രാഷ്ട്രീയമായി കോൺഗ്രസ്സുകാർക്ക് വേണ്ട, വേറെ ആരും എടുക്കാനില്ലാത്തപ്പോൾ ഇവർ ഏറ്റെടുത്ത് ദയനീയമായി തോറ്റമ്പി നിലം പരിശായി. അപ്പം ഈ വരത്തന്മാരെ പുറത്തു നിന്ന് പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ എടുത്ത് നടത്തുന്ന നാടകങ്ങൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ CPM നേരിടുന്ന പ്രതിസന്ധിയാണ്. ഒരു ചോദ്യം പോലുമില്ല. ഒരു ചോദ്യമില്ല. ഇത് ഒന്നാമത് ഇങ്ങനൊരു സംഭവം വലിയ പൊട്ടിത്തെറി ആകെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ശിവരാജൻ എന്ന് പറഞ്ഞ ആളാണ്. ശിവരാജൻ ഇപ്പോഴല്ല. ശിവരാജന് ഈ സ്ഥാനാർത്ഥി വരണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് PK കൃഷ്ണദാസോ MT രമേശോ വരണമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് വേറെയാണ്. അല്ല, അദ്ദേഹം ഒരു കാലത്ത് പാലക്കാട് BJPയുടെ മുഖമായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ എത്ര നാൾ ശിവരാജനെ കൊണ്ട് ഏഷ്യാനെറ്റിൽ നടക്കാൻ പറ്റും? കാരണം പൊട്ടിത്തെറിക്കാനായിട്ട് കൊള്ളാവുന്ന നേതാക്കളൊന്നും കിട്ടുന്നില്ല. സംശയം സാർ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് വെച്ചാൽ എല്ലാ പാർട്ടികളുടെയും ഉൾപാർട്ടി സമരങ്ങൾ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് CPM-ൻ്റെ കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് എന്നുള്ള ഒരു മാധ്യമം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് BJPയെ അറ്റാക്ക് ചെയ്യുന്ന? BJPയിൽ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇത്രയും സിമ്പിൾ, BJP കുഴപ്പമെന്നല്ല. BJP ഒരു നല്ല പാർട്ടിയായിരുന്നു. സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ വന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. സുരേന്ദ്രനെ പുറത്താക്കണം, വേറെ ആൾ വരണം എന്ന് ചില ഓൺലൈൻ
ഓൺലൈൻകാർ പറയുന്ന അതേ നറേറ്റീവ് ഏഷ്യാനെറ്റിന്റെ ഇന്നത്തെ എന്തുകൊണ്ടാണ് ക്യാമ്പയിനിലുള്ളത് സത്യത്തിൽ ബി ജെ പിക്കെതിരെ, 2 സുരേന്ദ്രൻ ഉണ്ടാകരുത് ഇനി BJP പ്രസിഡന്റ് സ്ഥാനത്ത് എന്ന നിർബന്ധം. എന്തുകൊണ്ടാണ്? അപ്പൊ എന്തോ മറ്റേ രാജീവ് ചന്ദ്രശേഖറിന്റെ താല്പര്യം കേരളത്തിൽ BJP നടക്കുന്നില്ല. അത് സുരേന്ദ്രൻ നിരന്തരമായിട്ട് അതിലൊരു പൊസിഷൻ ഉണ്ട്. സുരേന്ദ്രൻ ഏഷ്യാനെറ്റിന്റെ രീതികൾ ശരിയല്ല, മാത്രമല്ല ഏഷ്യാനെറ്റിൽ ഒരു പീരീഡിൽ ചർച്ചയ്ക്ക് ആളുകൾ പോകുന്നുണ്ടായിരുന്നില്ല BJPയുടെ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ മര്യാദകേടിനെതിരെ, അന്തസ്സില്ലായ്മയ്ക്കെതിരെ നിലപാടുള്ള ആളാണ് സുരേന്ദ്രൻ. നിലപാടില്ലാത്തൊരു ഇറാൻ മൂളിയെ ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ BJPയുടെ തലപ്പത്ത് കൊണ്ടിരുത്താം എന്ന് ചിലപ്പോൾ വ്യാമോഹം ഉണ്ടാകാം. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ മാധ്യമം എന്ന് പറയപ്പെടുന്ന, എനിക്കറിയാമല്ല അദ്ദേഹം പറയുന്നത്, എനിക്ക് അതിനകത്ത് സ്വാധീനമൊന്നുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്, പറയപ്പെടുന്ന ഈ ഏഷ്യാനെറ്റിൽ നടക്കുന്ന ഈ വാർത്തകൾ, ഈ ക്യാമ്പയിൻ അദ്ദേഹം കാണാതിരിക്കുന്നില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, കേന്ദ്രത്തിൽ ഇപ്പോഴും നിർണായക സ്വാധീനമുണ്ടെന്ന് നമ്മളൊക്കെ കരുതുന്ന ആളാണ്. കേരളത്തിലെ BJPയെ അതിൻ്റെ പ്രസിഡന്റിനെ വഴിച്ചണ്ട പോലെ കൊട്ടാൻ അദ്ദേഹം ഈ ചാനലിനെ അനുവദിക്കുന്നത് മര്യാദകേടാണ്, രാഷ്ട്രീയ മാന്യതയില്ലാഴികയാണ്. വളരെ മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ചോദിച്ചിരുന്നു, എന്താണ് ഇങ്ങനെ. അപ്പോൾ സെക്രട്ടറി എന്നോട് പറഞ്ഞത് അത് ഞങ്ങളുടെ ബിസിനസ്സാണ് സാറേ എന്നാണ്. ഏതാ ഈ ഏഷ്യനെറ്റ് അത് ഇങ്ങനെ പോയാൽ, അതായത് സെക്യുലർ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, സ്യൂഡോ സെക്യുലർ എന്ന് നമ്മൾ പറയുന്ന, അങ്ങനെ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് സാധനമില്ലേ, അതിന്റെ കൂടെ നിന്നാലേ കച്ചവടം നടക്കും. പാർട്ടിയുടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണി എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്? കച്ചവടത്തിലും എത്തിക്സ് ആകാമല്ലോ. എന്തിനാണ് പേഴ്സണലി ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നത്? അത് പത്രപ്രവർത്തനത്തിൽ നിരക്കുമോ? കാരണം സുരേന്ദ്രന് വേണ്ട എങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് പരിചയമുള്ള കുറെ ആളുകൾ ഡൽഹിയിലില്ലേ, അവരോട് പറഞ്ഞു നോക്കട്ടെ. സുരേന്ദ്രന് വേണമെങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടിയെ തീരുമാനിക്കുക. അതല്ല, ഇത് ജനങ്ങളെ മുഴുവൻ ഇളക്കുക, പ്രേക്ഷകരെ ഇളക്കുക, അങ്ങനെ സുരേന്ദ്രനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. മറ്റേ വാങ്ങി വെച്ചാൽ മതി. ഏതായാലും ഏഷ്യാനെറ്റിന് താല്പര്യമുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ താല്പര്യം രാജീവ് ചന്ദ്രശേഖർ അറിയാതെയാണെന്ന് പറയാൻ കഴിയില്ല. സുരേന്ദ്രനെ മാറ്റി ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു സീറ്റ് വേണ്ടേ സാർ? അല്ലേ, കേരളത്തിൽ വന്നിട്ടുള്ള എഡിറ്റർമാരെയൊക്കെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ അതൊരു സീറ്റ് വേണ്ടേ? മുൻമന്ത്രി എന്ന് പറഞ്ഞ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല എന്ന് തോന്നുന്നു. ഒരു BJPയിൽ ഒരു ഭാരവാഹിത്വവും എൻ്റെ അറിവാണ്, എൻ്റെ അറിവിൽ സംസ്ഥാന കമ്മിറ്റിയിലില്ല. തെറ്റാണെങ്കിൽ അറിയാവുന്നവർ ക്ഷമിക്കട്ടെ. അദ്ദേഹത്തിനൊരു കസേര വേണം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മുഴുവൻ ഇടപെടാൻ. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്, IT വിദഗ്ധരാണ്, സൗമ്യനാണ്, പ്രസൻറ്റബിളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് ശുദ്ധ മര്യാദകളാണ്. അതെ, കുറച്ചുകൂടി അന്തസ്സാകാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.